ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് ഹോട്ട് 40i എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് ഹോട്ട് 40i എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 256GB ഇന്റേണലും വരുന്നുണ്ട്. പൊതുവെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് 8GB റാം കിട്ടാറില്ല. അതുപോലെ തന്നെ 256GB ഇന്റേണലും കിട്ടാറില്ല. മാക്സിമം 128GB ഇന്റേണലേ കിട്ടാറുള്ളൂ. ആ ഒരു ടൈമിൽ ഇതിൽ 256GB ഇന്റേണൽ വരുന്നുണ്ട്. അപ്പം 8GB റാമും 256GB ഇന്റേണലും വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ IP53 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. എന്നാലും HD റെസൊല്യൂഷനെ വരുന്നു എന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 89.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാജിക് റിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 15 സീരീസിലേതുപോലെയൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. ഇത് ഡൈനാമിക് ഐലൻഡ് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ഫീച്ചറാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഫുൾ HD റെസൊല്യൂഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. പിന്നെ ഈ ഫോണിന്റെ സ്റ്റാർലൈറ്റ് ബ്ലാക്ക്, സ്റ്റാർഫാൾ ഗ്രീൻ, ഹൊറൈസൺ ഗോൾഡ് അതുപോലെ തന്നെ പാം ബ്ലൂ എന്നീ കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, യൂണി SoC T606 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് അല്ല. ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില 5G പ്രോസസ്സറുകൾ തന്നെ വരുന്നുണ്ട്. അപ്പം പ്രോസസ്സർ അത്ര ബെസ്റ്റ് അല്ല, ആവറേജ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ്സിലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. DTS സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f2.0 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഭയങ്കര നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ യൂണി SoC T606 എന്ന പ്രോസസ്സറെ വരുന്നു എന്നുള്ളത് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാലും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഒന്നുമല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 9,999 രൂപയാണ്.
പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 8,999 രൂപയ്ക്ക് ഇനീഷ്യലി ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫെബ്രുവരി 21 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 8 GB റാമും 256 GB ഇൻറ്റേർണലും വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു കാര്യം അതാണ്, 256 GB ഇൻറ്റേർണൽ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 256 GB ഇൻറ്റേർണലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അത്രയേ ഉള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയുന്നില്ല. എന്തായാലും ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 40i എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.